എവറസ്റ്റ് കീഴടക്കി മലയാളികൾക്ക് തന്നെ അഭിമാനമായിരിക്കുകയാണ് മഞ്ചേരി സ്വദേശി സുഹറ. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിതയും ഒപ്പം ഈ വർഷം നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയുമാണ് ഇവർ. സ്കൂൾ പഠനകാലം മുതൽ തന്നെ കായിക മേഖലയോടും ട്രെക്കിങ്ങിനോടും താല്പര്യം പ്രകടിപ്പിച്ച സുഹറ വിവാഹശേഷവും അമ്മയായപ്പോഴും പുതിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സുഹറ 2017 മലകളോട് മല്ലയുദ്ധം പ്രഖ്യാപിച്ചത്. ഭർത്താവ് സിറാജിന്റെ നാടായ വയനാട്ടിലെ മലനിരകളായിരുന്നു പ്രചോദനം. വയനാട് അനുഭവം വലിയ ഉയരങ്ങൾ തേടാനുള്ള ആവേശം സമ്മാനിച്ചു. എഞ്ചിനീയറായ ഭർത്താവ് സിറാജിനൊപ്പം ബംഗളൂരുവിൽ താമസമാക്കിയതോടെ പർവ്വതാരോഹണ പരിശീലനങ്ങൾ കൂടുതൽ സജീവമായി. 8848.86 മീറ്റർ ഉയരമാണ് സുഹറ കീഴടക്കിയത്. ആധുനിക സാങ്കേതികതയും ഉപകരണങ്ങളും ദൗത്യത്തെ ശാസ്ത്രീയമായി ഏറ്റെടുക്കാൻ സഹായകമാക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥയുടെ അസ്വാഭാവികത മുമ്പത്തേക്കാൾ എവറസ്റ്റ് ദൗത്യത്തെ കഠിനമാക്കുന്നതായി സുഹറ പറയുന്നു. എലൈറ്റ് എക്സ്പെഡിഷൻ ഏജൻസിക്കൊപ്പമായിരുന്നു യാത്ര. നേപ്പാൾ ഭാഗത്തുകൂടി ഒറ്റ ദിവസം കൊണ്ടാണ് സുഹറയും കൂട്ടുകാരും ദൗത്യം പൂർത്തിയാക്കിയത്. 3 ഇന്ത്യക്കാരടക്കം സംഘത്തിലെ 274 പേർ ലക്ഷ്യം കണ്ടു. ഏകദേശം 40 ലക്ഷത്തോളം രൂപ എവറസ്റ്റ് പര്യവേഷണത്തിനായി ചെലവായിട്ടുണ്ടെന്നും സുഹറ പറഞ്ഞു. അങ്ങനെ സ്കിൽസ് സ്ലോലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ക്ലൈംബിങ്ങിലോട്ട് സ്വിച്ച് ചെയ്ത് കുറേ വർഷം ലഡാക്കിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ക്ലൈംബ് ചെയ്തു. അതിനുശേഷമാണ് എവറസ്റ്റിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ഒരു 2021 എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഒരു കാലാപത്രം എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ ഫസ്റ്റ് എവറസ്റ്റിൻ്റെ മുകളിലൊരു സൺറൈസ് കണ്ടു. അവിടെ നിന്നാണ് ഇതിനൊക്കെ തുടക്കം. അവിടെ നിന്നാണ് ആലോചന വരുന്നത്, ഓക്കെ ഇത്രയും ഭംഗിയുള്ള സൺറൈസ് ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്ന് അതല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് അതിനേക്കാളും ഭംഗിയായിരിക്കും എന്നുള്ള മനസ്സിലൊരു തോട്ട് വന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് ക്ലൈംബിങ്ങിലോട്ട് മെല്ലെ സ്വിച്ച് ചെയ്ത് അത് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് വർഷങ്ങളുടെ ഹാർഡ് വർക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ്, എന്താ പറയുക, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമാണ് ഈ മെയ് 20 സമ്മിറ്റ് എന്ന് പറയുന്നത്. ടോട്ടലി 43 ദിവസമാണ് എടുത്തത്. ഐഡിയലി നമ്മളൊരു എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 45 to 60 ദിവസമാണ് നമ്മൾ ഏകദേശം കാണുക. അപ്പോൾ ഒരു വർഷം എവറസ്റ്റ് കയറാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് നമ്മളതിന് സമ്മിറ്റ് വിൻഡോ എന്ന് പറയും. അത് മെയ്യിലെ ഒരു 2 ആഴ്ചയിൽ മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 4-5 ദിവസമാണ് ഒരു വർഷം എവറസ്റ്റ് കയറാനുള്ളൊരു ചാൻസ് വരുന്നത് എല്ലാ ക്ലൈംബേഴ്സിനും. ഈ ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിലാണ് എല്ലാ ക്ലൈംബേഴ്സും സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്തത് ഫസ്റ്റ് വിൻഡോ ആയിരുന്നു ഈ വർഷത്തെ. അത് മെയ് 20 അപ്പോൾ മെയ് 20 റെക്കോർഡ് സബ്മിറ്റ് ആയിരുന്നു. ഇത്രയും വർഷങ്ങളിൽ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ക്ലൈംബേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ക്ലൈംബേഴ്സ് വന്ന വർഷമാണ്. അപ്പോൾ അന്നാണ് 274 സബ്മിറ്റ് നടന്ന ദിവസം. അത് ഒരു റെക്കോർഡായിരുന്നു, ഒരു വേൾഡ് റെക്കോർഡായിരുന്നു. ആ ദിവസം 12:51 ഞാൻ സബ്മിറ്റ് ചെയ്തത്. സബ്മിറ്റ് ചെയ്ത് തിരിച്ച് ബേസ് ക്യാമ്പിലോട്ട് വന്ന് 23-ാം തീയതി ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പോൾ ഇതാണ് യാത്രയുടെ ഒരു ചെറിയ ഫോം. സ്കൂൾ വിദ്യാർത്ഥികളായ എമിർ, എഹാബ് എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.